أعوذ بالله من الشيطان الرجيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതം വിജയകരമാക്കി തീർക്കുവാനും ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടാനും നാം എല്ലാവരും എപ്പോഴും ജാഗ്രതായിരിക്കണം. പടച്ചവൻ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പുണ്യമാസങ്ങളിൽ പെട്ടതല്ല. മാസങ്ങളുടെ പദവി വ്യത്യാസങ്ങളും തീയതികളുടെ പദവി വ്യത്യാസങ്ങളും മാസ തീയതി ദിവസങ്ങളുടെ പ്രാധാന്യവും അതിലെ ഏറ്റക്കുറച്ചിലുകളും അള്ളാഹുവിൻ്റെ ദീനിൽ സ്ഥിരപ്പെടേണ്ടത് ഒന്നുകിൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ ആധികാരിക വിശദീകരണവും വ്യാഖ്യാനവുമായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനങ്ങളിലൂടെയും ജീവിത മാതൃകകളിലൂടെയുമാണ്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. സ്വഹീഹായ നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ വസിയ്യത്ത് ഏറെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലാതെ നിലനിൽക്കുന്ന വസിയ്യത്താണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. ഞാൻ പോവുകയാണ്, എനിക്ക് ശേഷം ഇനി നബിയൊന്നും വരാനില്ല. ഞാൻ പോയിക്കഴിഞ്ഞ ശേഷവും നിങ്ങൾ വഴി തെറ്റാതെ ജീവിക്കണമെങ്കിൽ, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വഴിതെറ്റുകയില്ല എന്ന ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. പ്രവാചക കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനിച്ചതെങ്കിലും വഴിതെറ്റുകയില്ല എന്നത് പ്രവാചക കുടുംബത്തിൻ്റെ ഭാഗമായി ജനിച്ച ആളാണ്, ആണാണ്, പെണ്ണാണ് എന്നത് ഒരു ഗ്യാരണ്ടി അല്ല. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഴിതെറ്റാതിരിക്കണമെങ്കിൽ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, ഞാൻ ഉപേക്ഷിക്കുന്ന, ഞാൻ വിട്ടേക്കുന്ന, ഞാൻ ബാക്കിയാക്കുന്ന, അതിനാണ് ശേഷിപ്പ് എന്ന് പറയുക. അത് പുണ്യകരമായ ശേഷിപ്പാകുമ്പോൾ, അത് വലിയ മഹത്വമുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാധാന്യമുള്ള ശേഷിപ്പാകുമ്പോൾ അതിനെ നമുക്ക് തിരുശേഷിപ്പ് എന്നും വിളിക്കാം. അങ്ങനെ എടുത്തു പറഞ്ഞ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്.
കിതാബുല്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അത് മുസ്ഹഫായിട്ട് നമ്മുടെ കൈവശങ്ങളിൽ ഇപ്പോഴുണ്ട്. പിന്നെ സുന്നത്തു റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്, ജീവിത മാതൃകകളാണ്. അത് വാക്കുകളായിട്ടും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയായിട്ടും ജീവചരിത്രമായിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്ത അഅ്മാലുകളുടെ സമാഹാരമായിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തോടുകൂടി സ്വഹാബത്ത് ചെയ്ത അഅ്മാലുകളുടെ സമാഹാരമായിട്ടും നമ്മുടെ കൈവശമുണ്ട്. അത് പിൽക്കാലത്ത് ധാരാളം ഗ്രന്ഥങ്ങളായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അസ്ഹിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന 6 പ്രമുഖ ഗ്രന്ഥങ്ങൾ. അതല്ലാത്ത ഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ശേഷിപ്പായിട്ട് പറഞ്ഞ സുന്നത്തും ലഭ്യമാണ്. ഇത് രണ്ടും മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പിഴച്ചു പോകും, വലാലത്തിൽ പെട്ടുപോകും. റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ വലാലത്തുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും സ്വാഭാവികമാണ്. നമുക്കത് മുൻകാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. യഹൂദികൾ എന്ന് പറയുന്നത് മുൻകാല മുസ്ലിങ്ങളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് എന്ന നിലക്ക്, ബനൂ ഇസ്രായേൽ ജനത എന്ന നിലക്ക് അവർ മുൻകാല മുസ്ലിങ്ങളാണ്. അവർ വഴിതെറ്റിയത് ഏതെങ്കിലും പിഴച്ച മനുഷ്യനെ മുൻനിർത്തി അല്ല. പിഴവിനെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ പറയും, അവർ മഹാത്മാക്കളോടൊപ്പമല്ലേ, അവർ പ്രവാചകന്റെ മഹത്വമല്ലേ പറയുന്നത്. യഹൂദികൾ വഴിതെറ്റിയത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആനിന്റെ ഉത്തരം അവർ ഉസൈറിനെ പടച്ചോനാക്കി മാറ്റിയെന്നാണ്. ഉസൈർ കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ എന്ന് പറയുന്നത് പ്രവാചകനല്ല. പക്ഷേ ബനൂ ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട അന്നത്തെ മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട് ജീവിച്ചു മരിച്ചുപോയ ഒരു വലിയ മനുഷ്യനാണ്. വലിയ എന്നും ഷെയ്ഖ് എന്നും മഹാൻ എന്നൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്ന വലിയ മനുഷ്യനാണ് ഉസൈർ. ഉസൈറുമായി ബന്ധപ്പെട്ട് കറാമത്തുകളുണ്ട്, ഉസൈറുമായി ബന്ധപ്പെട്ട് മഹത്വങ്ങളുണ്ട്, ഉസൈറുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളുണ്ട്. അതിനെ വെച്ചാണ് അവർ വഴിതെറ്റിയത് എന്നാ പറഞ്ഞത്. ഉസൈർ വഴിതെറ്റിയിട്ടില്ല. ഉസൈറിനെ മുന്നിൽ നിർത്തി അവർ വഴിതെറ്റി. അതിനേക്കാൾ വ്യക്തതയോടുകൂടി നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ക്രിസ്ത്യാനികൾ എങ്ങനെയാ വഴിതെറ്റിയത്. ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ജനത ആരാണ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഇഞ്ചീൽ എന്ന കിതാബ് കിട്ടി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഈസാ നബിയുടെ ഇഞ്ചീൽ എന്ന കിതാബ് സ്വീകരിച്ച് മുസ്ലിങ്ങളായവരാണ് പിന്നീട് വഴിതെറ്റി പോകുന്നത്. വഴിതെറ്റിയത് എങ്ങനെയാ? വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹിനെ, ഈസ ഇബ്നു മറിയമിനെ അല്ലാഹുവിന്റെ പുത്രൻ എന്ന നിലയിൽ കയറ്റി ഇരുത്താൻ പാടില്ലാത്ത സ്ഥലത്ത് കയറ്റി ഇരുത്തിക്കൊണ്ടാണ് അവർ വഴിതെറ്റിയത്. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കൂട്ടർ വഴിതെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനൊന്നും കഴിയില്ല. ഒരു നബിയെ കുറിച്ച് സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കൂട്ടർ വഴിതെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല.
ഒരു വലിയനോടൊപ്പമാണ്, ഒരു ശൈഖിനോടൊപ്പമാണ്, ഒരു മഹാത്മാവിന്റെ മഹത്വങ്ങളെ വാഴ്ത്തിയും പാടിയും പ്രശംസിച്ചുമാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് മാത്രം ഒരു കൂട്ടർ വഴിതെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുകയില്ല. എന്നെ പ്രതി നിങ്ങൾ വഴിതെറ്റരുത് എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ്. എന്നെ മുൻനിർത്തി നിങ്ങൾ വഴി തെറ്റരുത്. വലാ തതിറൂനി കമാ അത്തിറത്തിൽ നസാറ അൽ മസീഹ്. മസീഹിനെ നസാറാക്കൾ പുകഴ്ത്തി 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 പാടി കൊമ്പത്ത് നിർത്തി തെറ്റിയതുപോലെ, വഴിതെറ്റിയതുപോലെ എന്നെക്കുറിച്ച് പാടി പുകഴ്ത്തി നിങ്ങൾ വഴി തെറ്റരുത് എന്നാണ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ്. നബിയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, അങ്ങനെ നബിയെ ബഹുമാനിക്കണം, ഇതിൽ തർക്കമൊന്നുമില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശുദ്ധ ഖുർആനിന്റെ ഉത്തരവാണ്, നമ്മളത് നിർവഹിക്കും, നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ നമസ്കാരം പൂർത്തിയാക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഇത് പറയാതെ നമസ്കാരം പൂർണ്ണമാകുന്നില്ല. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم ഇത് പൂർത്തിയാകാതെ നമസ്കാരത്തിന് പൂർണ്ണതയില്ല. ബാങ്കും ഇഖാമത്തും പൂർത്തീകരിക്കപ്പെടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ബാങ്ക് കേട്ടവന്റെ ദുആ اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة الفضيلة الدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ദുആ ആണ്. ഈ നിലയിൽ നബിക്ക് അവകാശപ്പെട്ട മഹത്വങ്ങൾ, നബിയുടെ മഹത്വത്തെ മുൻനിർത്തിയുള്ള അമലുകൾ, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടത്, സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടത്, ഇതിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയും ഇല്ല എന്ന് മാത്രമല്ല, അതിൽ ഞാനോ നീയോ നമ്മളോ നിങ്ങളോ വല്ല വീഴ്ചയും വരുത്തുന്നുണ്ടെങ്കിൽ അത് വീഴ്ച തന്നെയാണ്. നമ്മുടെ വിഷയം അതല്ല. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തി വല്ലതും ശറഅ് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പല വഴിതെറ്റലുകളുമുണ്ട്. ഒന്ന്, റബീഉൽ അവ്വലിനെ പുണ്യമാസമായി പ്രഖ്യാപിക്കുന്നു. ഇത് ഒന്നാമത്തെ വഴിതെറ്റലാണ്. പുണ്യമാസങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന് തിരുസുന്നത്തിന് കാഴ്ചപ്പാടുണ്ട്. എന്താ ഖുർആനിന്റെ കാഴ്ചപ്പാട്? അർബഅത്തും മിൻഹാ ഹുറും, മാസങ്ങളിൽ 4 പവിത്രമാണ്. അർബഅത്തുൻ, 4 എന്ന് പറഞ്ഞിരിക്കുന്നു, പവിത്രങ്ങളാണ്. ഈ 4 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിരിക്കുന്നു. റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. പിന്നെയോ മറ്റൊരു സൂക്തം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലക്ക്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട നിലയിൽ അതിനോടൊപ്പം റമളാനും വരുന്നു. അങ്ങനെ 5 മാസം. 6-മതൊരു മാസത്തെ കുറിച്ച് ഈ 5 മാസത്തേക്കാൾ പവിത്രതയുള്ളതായിട്ടോ, 5 കഴിച്ച് മറ്റു മാസങ്ങൾക്കിടയിൽ ഒന്നിന് മറ്റൊന്നിനേക്കാൾ പവിത്രതയുള്ളതായിട്ടോ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഒരു രേഖയും ഇല്ല. സ്വഹാബത്തിൽ നിന്ന് ഒരു മാതൃകയും ഇല്ല. പിന്നെ തീയതികളുമായി ബന്ധപ്പെട്ടതാണ്. തീയതികളുമായി ബന്ധപ്പെട്ട് മഹത്വമുള്ള തീയതികളെല്ലാം ഒന്നുകിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നു. ഷവ്വാൽ 1 മഹത്വമുള്ള തീയതിയാണ്.
അന്ന് നിങ്ങൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കണം. ദുൽഹിജ്ജ 9 മഹത്വമുള്ള തീയതിയാണ്. അന്ന് നിങ്ങൾ അറഫയുമായി ബന്ധപ്പെട്ട നോമ്പെടുക്കണം. ദുൽഹിജ്ജ 10 ബലിപെരുന്നാളിന്റെ തീയതിയാണ്. അന്ന് നിങ്ങൾ ആഘോഷിക്കണം, അറുക്കണം. ആഘോഷവും അറവും നിങ്ങൾക്ക് വീണ്ടും തുടരാം. 11, 12, 13 തീയതികളിൽ കൂടി അത് അയ്യാമുത്ത തശ്രീഖാൻ. മുഹറം 10 നോമ്പ് സുന്നത്താക്കപ്പെട്ട ദിനമാണ്. അന്ന് നിങ്ങൾ നോമ്പെടുക്കണം. അതിന്റെ കൂടെ മുഹറം 9 നോമ്പെടുക്കുവാനുള്ള പ്രേരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നു. ഇങ്ങനെ തീയതികൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ച തീയതികളിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒറ്റ തീയതിയും ഇല്ല. പിന്നെ ആഴ്ചയിലെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആഴ്ചയിലെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം പഠിപ്പിച്ചിരിക്കുന്നു. സുന്നത്തായ നോമ്പ് എന്ന നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസത്തിന്റെയും വ്യാഴാഴ്ച ദിവസത്തിന്റെയും മഹത്വം പഠിപ്പിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച ദിവസത്തിന്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. നബിയുടെ ജന്മവുമായി കണക്ട് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വല്ല പ്രസ്താവനയും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമായി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് മാസവുമായി ബന്ധപ്പെടുത്തിയ ഒന്നും ലഭ്യമല്ല, തീയതിയുമായി ബന്ധപ്പെടുത്തിയ ഒന്നും ലഭ്യമല്ല. തിങ്കളാഴ്ച എന്ന ദിവസവുമായി ബന്ധപ്പെടുത്തി ലഭ്യമാണ്. ആ ദിവസത്തെ ബഹുമാനിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ഇബാദത്ത് സുന്നത്തായ നോമ്പുമാണ്. രാവുകളുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ ഖദ്ർ എന്ന രാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അത് തീയതി വ്യക്തമല്ല, മാസം മാത്രമേ വ്യക്തതയുള്ളൂ. റമളാനിലാണ് എന്നത് വ്യക്തമാണ്, രാവാണ് എന്നതും വ്യക്തമാണ്, പക്ഷെ തീയതി വ്യക്തമല്ല. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. ഇതിലെവിടെയും റബീഉൽ അവ്വലോ റബീഉൽ അവ്വലിലെ ഏതെങ്കിലും തീയതിയോ സവിശേഷ പരാമർശത്തോടുകൂടി കടന്നു വരുന്നില്ല. ഇനി ചരിത്രം, ഹിസ്റ്ററി, താരീഖ് എന്ന നിലയിൽ റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന ഒരു വിവരം നമ്മുടെ കൈവശമുണ്ട്. അതിന് നമ്മൾ പറയുക ചരിത്രപരമായ വിവരം എന്നാണ്. അത് നമുക്ക് ലഭിക്കുന്ന ഒരു നോളജാണ്, ഒരു വിവരമാണ്. ആ വിവരത്തിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട്. റബീഉൽ അവ്വൽ ആണ് എന്നതിനാണ് പ്രാമുഖ്യം. റബീഉൽ അവ്വൽ അല്ലാത്ത മാസങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മവുമായി ബന്ധപ്പെട്ട് ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നബി ജനിച്ച തീയതി റബീഉൽ അവ്വൽ 12 എന്നതാണ് പ്രചരിക്കപ്പെട്ട കാര്യം. പക്ഷേ അത്ര തന്നെയോ അതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടിയോ റബീഉൽ അവ്വൽ 9 എന്ന അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വലിനെ അംഗീകരിക്കാത്തവരും 12 അംഗീകരിക്കാത്തവരും 9 അംഗീകരിക്കാത്തവരും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ മാസത്തെ മുൻനിർത്തി അതിനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമം, ഒരു വ്യവസ്ഥ, ഒരാഘോഷം, ഒരാചാരം എന്ന നിലക്ക് വല്ലവരും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഘടനകൾ വല്ലവരും നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ, ആ മാസം മുഴുവനുമായോ ആ മാസത്തിൽ ഏതെങ്കിലും രാവോ പകലോ പ്രത്യേകിച്ച് ഒരു ദിക്റുണ്ട്, ഒരു ദുആ ഉണ്ട്, ഒരു സുന്നത്തുണ്ട്, ഒരു സ്വലാത്തുണ്ട്, ഒരു അമലുണ്ട്, ഒരു ആചാരമുണ്ട്, ഒരു ആഘോഷമുണ്ട്, ഒരു സദഖയുണ്ട് എന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് തള്ളണമെന്നത് റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്. അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ വഅളു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വൽ മുഹ്ദസാത്തുൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ
വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അമലുകൾ സ്വീകരിക്കുമ്പോൾ എന്റെ സുന്നത്തിൽ നിന്ന് സ്വീകരിക്കുക. എന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിന്റെ മാതൃക നിങ്ങൾക്ക് അൽ ഖുലഫാഉർ റാഷിദൂൻ, എന്റെ സച്ചരിതരും മാർഗദർശികളുമായ പിൻഗാമികളിൽ നിന്നും ലഭ്യമാണ്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലുമായി ദീനിന്റെ പ്രബോധകനായി ജീവിച്ച കാലഘട്ടങ്ങളിൽ ഒരു വർഷവും റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സവിശേഷ അമൽ നബി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയാതെ, നബിയുടെ ഭാഗത്ത് നിന്ന്, നബിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്, സഹാബികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ശരി, നബി ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ട. നബി വിടവാങ്ങിയതിനു ശേഷമാണ് അത് ആവശ്യമെന്ന് വരികയാണെങ്കിൽ നബിയുടെ സന്തത സഹചാരിയും നബിക്കേറെ പ്രിയപ്പെട്ടവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യകരമായി പ്രയാസം നേരിട്ട സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച മദീന പള്ളിയിലെ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുവാൻ റസൂലുള്ളാഹി അനുവാദം നൽകിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഉമ്മത്തിന്റെ അമീറായിട്ട്, അമീറുൽ മുഅ്മിനായിട്ട് ജീവിച്ച 2-2.5 വർഷക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കുന്നതിൽ അങ്ങേയറ്റത്തെ വാശിയുണ്ടായിരുന്ന, റസൂലിനെതിരിൽ ഒരു വാക്കോ ഒരു നോക്കോ ഒരനക്കമോ കണ്ടാൽ ക്ഷുഭിതനാകുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഉമ്മത്തിന്റെ അമീറായി കഴിഞ്ഞുകൂടിയ 10.5 വർഷക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മകളെ വിവാഹം ചെയ്ത, ആദ്യം ഒരു മകളെ വിവാഹം ചെയ്തു, മരിച്ചു. രണ്ടാമത്തെ മകളെയും അവര് തന്നെ വിവാഹം ചെയ്തു. അങ്ങനെ വലിയ പദവിയുള്ള റസൂലുമായി കുടുംബവുമായി തന്നെ അടുത്ത ബന്ധമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിന്റെ, ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അമീറായി ജീവിച്ച 10-13 വർഷക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ ഭാഗമായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് രക്തബന്ധ കുടുംബത്തോടൊപ്പം വിവാഹബന്ധത്തിലൂടെ നബിയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവായി ജീവിച്ച അലി ഇബ്നു അബീ ത്വാലിബ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ പല ചുമതലകളും പല സന്ദർഭങ്ങളിലും ഏൽപ്പിച്ചു കൊടുത്ത അലി ഇബ്നു അബീ ത്വാലിബിന്റെ 4-4.5 വർഷക്കാലം ലോക മുസ്ലിം സമൂഹത്തിന്റെ അമീറായി, അമീറുൽ മുഅ്മിനായി പ്രവർത്തിച്ച ആ സമയത്തും ഒന്നും സംഭവിച്ചിട്ടില്ല. അഥവാ സ്വഹാബത്തിൽ നിന്നും ഈ വിഷയത്തിൽ ഒരു മാതൃകയില്ല എന്നർത്ഥം. റസൂലിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുടെ വിശദാംശങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. വലിയ പുരുഷന്മാരായ മഹാത്മാരായ സ്വഹാബികൾ തന്നെ പല വിഷയങ്ങളുടെയും വ്യക്തതയ്ക്ക് വേണ്ടി സമീപിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷയുടെ വീട്ടിലാണ് റസൂലുള്ളാഹിയെ ഖബറടക്കിയത്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പൊതുസ്ഥലത്തല്ല, ആയിഷയുടെ വീട്ടിലാണ്. ആയിഷയ്ക്കും നബിക്കും അവകാശപ്പെട്ട പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്, സ്വകാര്യ സ്ഥലത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷമാണ്. ഈ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലും ആയിഷയുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലും ആയിഷയും ഒപ്പമുണ്ട്. ആയിഷയുടെ നേതൃത്വത്തിൽ നബിയുടെ വീട്ടിലോ കുടുംബത്തിലോ ഖബറിന്റെ പരിസരത്തോ മദീന പള്ളിയിലോ
ഈ ഖലീഫമാരുടെ സാന്നിധ്യത്തിലോ സാന്നിധ്യത്തിലല്ലാതെയോ ഈ കാലഘട്ടത്തിൽ ഒന്നും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹു സുമ്മല്ലദീന യലൂനഹു എന്ന് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്ന ഖൈറായ നൂറ്റാണ്ടുകളിൽ സംഭവിക്കാത്തതാണ്, ഖൈറായ നൂറ്റാണ്ടുകളിൽ അനുഭവത്തിലില്ലാത്തതാണ് റബീഉൽ അവ്വൽ മഹോത്സവം. അത് കേവലോത്സവത്തിൽ നിന്ന് മഹോത്സവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹോത്സവത്തിലേക്ക് മാറുമ്പോൾ അംഗീകരിക്കപ്പെട്ട ഉത്സവത്തിന്റെ മുകളിലേക്ക് വരികയാണ്. അംഗീകരിക്കപ്പെട്ട ചെറിയ പെരുന്നാളിനേക്കാൾ വലുതായി, അംഗീകരിക്കപ്പെട്ട ഈദുൽ അദ്ഹയേക്കാൾ വലുതായി, അങ്ങനെ റമദാനിന് കിട്ടുന്ന പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യം, ശവ്വാലിന് കിട്ടുന്ന പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യം റബീഉൽ അവ്വൽ എന്ന മാസത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പരാമർശിക്കപ്പെട്ട തീയതികൾക്കൊന്നും കിട്ടാത്ത പ്രാധാന്യം റബീഉൽ അവ്വൽ 12-ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് മതത്തെ അട്ടിമറിക്കുക, ദീനിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത്. ദീനിലൊരു ബിദ്അത്ത് സംഭവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ബിദ്അത്ത് തിടം വെച്ച് വളരുമ്പോൾ അംഗീകരിക്കപ്പെട്ട ഫർളുകളെയും അംഗീകരിക്കപ്പെട്ട സുന്നത്തുകളെയും പിന്നിലാക്കിയിട്ട് ഇത് പതിവില്ലാത്ത രീതിയിലും സ്വഭാവത്തിലും തിടം വെച്ച് വളർന്ന് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു മാസമായി, ഒരു തീയതിയായി, ഒരു ഉത്സവമായി, ഒരാഘോഷമായി റബീഉൽ അവ്വലിനെയും അനുബന്ധ കർമ്മങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ഭീകരമായതാണ് കേശപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നബിയുടെ മുടിയെ പുണ്യവസ്തുവായി ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ നബിയാ? മനുഷ്യ സമൂഹത്തിന്റെ നബിയാ. ഈ മനുഷ്യ സമൂഹത്തിന്റെ നബിയായിട്ട് വന്ന റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ച ഉമ്മത്തിന്റെ പേരെന്താ? അൽ ഉമ്മത്തുൽ മുസ്ലിമ എന്നാണ്. ആ ഉമ്മത്ത് മുസ്ലിമയുടെ ഒന്നാമത്തെ കേന്ദ്രം ഏതാ? അൽ മസ്ജിദുൽ ഹറാമാണ്. അവിടത്തേക്ക് നിങ്ങൾക്ക് പ്രത്യേകം നിയ്യത്ത് വെച്ച് പോകാം, അവിടെ തബറുക്കിന് പോകാം, ഒരു തർക്കവുമില്ല. കഅബയെ നോക്കി നിങ്ങൾക്ക് തബറുക്ക് എടുക്കാം, നിങ്ങൾക്ക് അനുഗ്രഹീതരാകാം. കഅബയെ വലം വെച്ച് ഇടം വെച്ച് കഅബയെ പ്രദക്ഷിണം ചെയ്ത് നിങ്ങൾക്ക് തബറുക്ക് നേടാം. കഅബയുടെ തൊട്ടടുത്തുള്ള മഖാമു ഇബ്രാഹിമിനെ നോക്കി അതിന്റെ അരികിൽ നമസ്കരിച്ച് നിങ്ങൾക്ക് തബറുക്ക് നേടാം, ബർക്കത്ത് നേടാം. സഫാ മർവയ്ക്കിടയിൽ അതിന്റെ അടുത്തു നിന്ന് പ്രാർത്ഥിച്ചും അതിനിടയിൽ നടന്നു ഓടിയും നിങ്ങൾക്ക് തബറുക്ക് നേടാം. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനാളുകൾ സ്പർശിച്ച, നടന്നു നീങ്ങിയ, ഉറങ്ങിയ, കിടന്ന ഈ ഭൂപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇതല്ലാത്ത മറ്റൊരാശ, പൈതൃകങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇതല്ലാത്ത മറ്റൊരാസാറ് തൊട്ടുവരാൻ, കണ്ടുവരാൻ ഇന്ത്യയിലെ, അമേരിക്കയിലെ, ആഫ്രിക്കയിലെ, യൂറോപ്പിലെ, അറബ് നാട്ടിലെ, അനറബ് നാട്ടിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് സാധ്യമാണോ? നബിയുടെ മുടി കണ്ടുവരാൻ, നബി ധരിച്ച ചെരുപ്പ് കണ്ടുവരാൻ, നബി ധരിച്ച കുപ്പായം തൊട്ടുവരാൻ സാധ്യമല്ല. അപ്പം ദീനുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ കേന്ദ്രത്തിലില്ലാത്ത ഒരു മുടി, എന്നാ പിന്നെ നമുക്ക് രണ്ടാമത്തെ കേന്ദ്രത്തിൽ തരയാമായിരുന്നു. ദീനുൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ കേന്ദ്രം ഏതാണ്? അൽ മസ്ജിദുൻ നബവി. അൽ മസ്ജിദുൻ നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റിയടിച്ച പള്ളിയാണ്. അൽ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന്റെ ആദ്യത്തെ കല്ല് മുതൽ അവസാനത്തെ കല്ല് വരെ വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽനോട്ടത്തിലാണ്. അതിന്റെ സമീപത്ത് തനിക്കും പത്നിമാർക്കും താമസിക്കാനുള്ള മുറിയിരിക്കുന്ന നബിയാ. ആ മുറികളുടെ പേര് അൽ ഹുജറാത്ത് എന്നാണ്. അൽ ഹുജറാത്ത് എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ വന്ന വാക്കാണ്. മുറികൾ, നബിയും പത്നിമാരും താമസിച്ച മുറികൾ. ആ മുറികളിൽ ഒന്നിലാണ് നബിയുടെ ഖബറുള്ളത്. അവിടുത്തെ ഖബർ
പൂർണ്ണമായും നമുക്കിന്ന് കാണാൻ കഴിയില്ല. ഒന്ന് നോക്കി സലാം പറയുക എന്നതിനപ്പുറം ആ ഖബർ പരിസരത്ത് മുടിയുണ്ടോ, ആ ഖബർ പരിസരത്ത് കുപ്പായമുണ്ടോ, ആ ഖബർ പരിസരത്ത് ചെരുപ്പുണ്ടോ, ആ ഖബർ പരിസരത്ത് നബി പല്ല് തേച്ച മിസ്വാക്കുണ്ടോ, ആ ഖബർ പരിസരത്ത് എവിടെയെങ്കിലും ഖബർ ഉണ്ട് എന്നതല്ലാതെ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശേഷിപ്പുകൾ ആസാറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്നാമത്തെ കേന്ദ്രത്തിൽ കാണാത്ത മുടി രണ്ടാമത്തെ കേന്ദ്രത്തിൽ തിരഞ്ഞിട്ടും കാണുന്നില്ല. ഇനി മൂന്നാമത്തെ ദീനുൽ ഇസ്ലാമിന്റെ കേന്ദ്രം ഏതാണ്? അൽ മസ്ജിദുൽ അഖ്സയാണ്, ഖുദ്സാൻ, ഫിലസ്തീനിലെ പള്ളിയാണ്. അതിനെക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ലല്ലോ. അങ്ങോട്ടിപ്പോൾ നമുക്ക് നേരാവണ്ണം പ്രവേശനം പോലുമില്ല. ഒന്നും രണ്ടും നമ്മൾ നിരന്തരം പോകുന്നവരാണ്, കാണുന്നവരാണ്. ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് അവിടെ പോകുന്നു. അവർക്കൊന്നും കാണാൻ, തൊടാൻ, സ്പർശിക്കാൻ, കണ്ട് ഉന്മത്തരാകാനും തബറുക്കെടുക്കാനും അവകാശമോ അധികാരമോ ഇല്ലാത്ത ഒരു മുടിക്കെട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണ് എന്നതിന് അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അത് വ്യാജമാണ്. അപ്പോൾ കേരളത്തിൽ കാണുന്ന മുടി നബിയുടെ മുടിയാണ് എന്ന ആലിമ് പറഞ്ഞാൽ അയാൾ കള്ളം പറഞ്ഞിരിക്കും. വയസ്സെത്രയായാലും കള്ളം പറഞ്ഞിരിക്കും. ലോകം എത്ര അയാളെ ബഹുമാനിച്ചാലും കള്ളം പറഞ്ഞിരിക്കും. ആ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് അതിനേക്കാൾ ഭീകരമായ കളവാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വൽ മഖഅദഹു മിനന്നാർ. ഹദീസിന്റെ ഇസ്തിലാഹ് പഠിപ്പിക്കുമ്പോൾ സ്വഹീഹായ ഹദീസ് പഠിപ്പിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം, ഇവിടെ പല ഉസ്താദുമാരും മുതാലിമികളൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം. ആദ്യം പഠിപ്പിക്കുന്ന ഹദീസ് ഇതാണ്: എൻ്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ, എൻ്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ നരകത്തിൽ വാസസ്ഥലം ഉറപ്പിച്ചു കൊള്ളണം. ഇത് കളവാണ്, സംശയരഹിതമായും കളവാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുക, കിതാബിന്റെ പേരിൽ കള്ളം പറയുക, അത്തരം കള്ളം പറയുന്നവരുണ്ടാവുക എന്നുള്ളത് അള്ളാഹു തന്നെ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. സ്വന്തം കൈകൊണ്ട് കിതാബ് എഴുതുന്നവർക്ക് നാശം. എന്നിട്ട് അവര് പറയും ഇത് അള്ളാഹുവിൽ നിന്നുള്ള കിതാബാണ്, രേഖയാണ് എന്ന്. എന്തിന്? അതിന്റെ ഉദ്ദേശവും അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കാശുണ്ടാക്കലാണ്, പണമുണ്ടാക്കലാണ്. അള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞ് പണമുണ്ടാക്കുന്നവർ പിൽക്കാലത്ത് വരും, കരുതണം, സൂക്ഷിക്കണം. അവർ എഴുതിയതിന് നാശം അള്ളാഹു പറഞ്ഞതാണ്. അതുവഴി അവർ സമ്പാദിക്കുന്നതിനും നാശം. ഇത് മുടിയാണി എന്ന് പറഞ്ഞാൽ ആ വർത്താനത്തിന് നാശം. അത് വളരുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനക്ക് നാശം. അതേതോ ഒരു ദിവസം നിശ്ചയിച്ച് തീർത്ഥാടന കേന്ദ്രം എന്നോണം അവിടങ്ങളിലേക്ക് പാവപ്പെട്ട മൗലവി പറഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞാൽ മറ്റൊരു നിർവാഹമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി നല്ല വിലക്ക് അതിട്ട വെള്ളം വിറ്റിട്ടുണ്ടാക്കി സ്വന്തമാക്കുന്ന കാശിനും നാശം. ഇപ്പോൾ പറയുന്നത് മുടി മാത്രമല്ല, അതിൽ നബിയുടെ ഉമിനീരിന്റെ അംശമുണ്ട് എന്നാണ്. മക്കയിൽ കിട്ടാത്ത, മദീനയിൽ കിട്ടാത്ത ഉമിനീര് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിയത്? അതിൽ റൗലയിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടിയുണ്ട് എന്നാണ്. റൗല എന്ന് പറഞ്ഞാൽ സ്ഥലം ഏതാണെന്നറിയോ? റൗല എന്ന് പറഞ്ഞാൽ മാ ബൈന ഖബരി വ മിംബരി, എൻ്റെ ഖബറിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം. അവിടേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ പൊടി പോയിട്ട് പൊടിയുടെ ഒരു തരിമ്പ് അവശേഷിപ്പിക്കാൻ കഴിയാത്ത വിധം നിരന്തരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ മാത്രം ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ്. ഇനി റൗല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്
തെറ്റിദ്ധാരണയും കളവുമാണല്ലോ മുഖ്യ ആയുധം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബറാണെങ്കിൽ ആ ഖബറിന്റെ അകത്ത് പ്രവേശിച്ച് പൊടി വടിച്ചെടുത്ത് നാട് കടത്തി കൊണ്ടുപോകാൻ ഒരാൾക്കും ഒരു രാവിലോ പകലിലോ അനുവാദമില്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ ഇതിൽ റൗളയിലെ പൊടിയുണ്ട് എന്നത് മറ്റൊരു കളവാണ്. ഉമിനീരുണ്ട് മുടിയാണ് എന്ന കളവ്, മുടിയിട്ട വെള്ളത്തിൽ ഉമിനീരുണ്ട് എന്ന കളവ്, റൗളയിൽ നിന്ന് വടിച്ചെടുത്ത പൊടിയുണ്ട് എന്ന കളവ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിൽ നിന്ന് ഒരു ദിവസം വെള്ളം നിർഗളിച്ചിട്ടുണ്ട്. അത് മുഅ്ജിസത്താണ്. ആ വെള്ളത്തിന്റെ തുള്ളികളും എന്റെ കൈവശമുണ്ട് എന്നത് ഭൂഗോള കളവ്. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ വിരലിൽ നിന്ന് നിർഗളിച്ച മുടി വെള്ളത്തിന്റെ ഒരു അംശവും ആരും എവിടെയും ശേഖരിച്ചു വെച്ചിട്ടില്ല. നല്ല വെള്ളവും ലോക മുസ്ലിങ്ങൾക്ക് പുണ്യബർക്കത്തോടുകൂടി അവരവരുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് മാഉ സംസം മാത്രമാണ്. അപ്പോൾ കളവിൽ കെട്ടിപ്പടുത്ത് അള്ളാഹു വിലക്കിയ നിലയിൽ അള്ളാഹുവിന്റെ ദീനിനെ തന്നെ അട്ടിമറിക്കുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇതൊരു നബിദിനാഘോഷത്തിന്റെ പ്രശ്നമല്ല, അള്ളാഹുവിന്റെ ദീനിനെ അട്ടിമറിക്കുന്ന പൗരോഹിത്യത്തിന്റെ പ്രശ്നമാണ്. അത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവത്തിലെടുക്കുവാൻ ഉമ്മത്ത് ബാധ്യസ്ഥരാണ്. തീർച്ചയായും അള്ളാഹിന്റെയും റസൂലിന്റെയും പേരിലുള്ള ഈ വഴിതെറ്റിക്കൽ വലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പദ്ധതിയെ, ഈ പരിപാടിയെ കരുതലോടെ കാണുകയും സഹോദരന്മാരും സഹോദരിമാരും സുഹൃത്തുക്കളും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂൽ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.